ജോഷ്ല, ഇന്നത്തെ ദിവസം സമയം ഇന്ന് ജനുവരി 10, സമയം 10 മണി കഴിഞ്ഞ് 37 മിനിറ്റ്. കോൺഗ്രസിന്റെ വീടിന് ഇന്ന് തറക്കല്ലിടുമോ? കോൺഗ്രസിന്റെ വീടിന് എന്ന് തറക്കല്ലിടും എന്നുള്ളത് കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 28-ന് ശേഷം അദ്ദേഹം പറഞ്ഞത് പുതിയ തീയതിയായിട്ട് പറയുന്നില്ല. എന്നാൽ പോലും 28-ന് ശേഷമുള്ള 10 ദിവസങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് നേതൃയോഗത്തിന് ശേഷം 10 ദിവസങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ തീരുമാനമാകും. 10 ദിവസങ്ങൾക്കുള്ളിൽ തറക്കല്ലിടുമെന്നാണ്. 28-ന് ശേഷം 10 ദിവസം കഴിഞ്ഞു. ഇന്ന് 10-ാം തീയതിയാണ്. വീണ്ടും 2 ദിവസം കൂടി കഴിഞ്ഞിരിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. 20-ാം തീയതി രജിസ്ട്രേഷൻ, ഭൂമിയുടെ രജിസ്ട്രേഷൻ ജനുവരി 20-ന് പുതിയ, അതായത് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കും. 3 ഏക്കർ ഭൂമി, ഇതിന്റെ രജിസ്ട്രേഷൻ 3 ഏക്കർ ഭൂമിയിൽ എത്ര വീട് വെക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു 60-50 വീടിന് അപ്പുറത്തേക്ക് വെക്കാൻ സാധിക്കില്ല. അതും 7. അല്ല, അത് ജോഷ്ല അത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം 30 സെക്കൻഡ് കൊണ്ട് വായുവിൽ 300 വീട് പണിയാൻ കഴിയുന്ന പ്രതിപക്ഷ നേതാവുള്ള പാർട്ടിക്ക് 3 ഏക്കറിൽ 3000 വീട് വേണമെങ്കിൽ നിർമ്മിക്കാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള ആശങ്കയൊന്നും വേണ്ട. വായുവിൽ 300 വീട് പണിത പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ് അവർ. അപ്പോൾ ജനുവരി 20 അല്ലേ അടുത്ത തീയതി പറഞ്ഞിരിക്കുന്നത്, രജിസ്ട്രേഷൻ തീയതി? ജനുവരി 20 രജിസ്ട്രേഷനിലെ തീയതി. 3 ഏക്കർ രജിസ്ട്രേഷൻ. ഏത് വർഷം ജനുവരി 20 എന്ന് പറയുന്നുണ്ടോ? എല്ലാ വർഷവും ജനുവരി 20 ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനുവരി 20 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് മേപ്പാടിയിൽ അല്ല, അതൊരു ചിരിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരു തമാശയായി മാറിക്കഴിഞ്ഞു ഇവരുടെ. അല്ല, അങ്ങനെ ചിരിച്ചു തള്ളരുത് ജോഷില. കാരണം നമ്മൾ ആരും അതിനെ അങ്ങനെ ചിരിച്ചു തള്ളിക്കൂടാ. കാരണം നമ്മൾ ഇതെന്താണ്, ഈ ഉരുളിൽ പെട്ടുപോയ മനുഷ്യരുടെ, അവരുടെ ഉറ്റവരുടെ ഉടയവരുടെ സ്വപ്നങ്ങളെയാണ്, ആ മനുഷ്യരെയാണ് ഈ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയാണ് ഈ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ ഒരിക്കലും ഒരു തമാശയുടെ ഭാഗമാക്കി കളയരുത്. കാരണം അതൊരു രക്ഷപ്പെടലാണ്. കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു രക്ഷപ്പെടലാണ്. ഇവരിങ്ങനെയാണ് എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി എന്നതിൻ്റെ മറവിൽ അങ്ങനെ രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ രക്ഷപ്പെടാൻ അനുവദിച്ചുകൂടാ. കാരണം സാധാരണക്കാരായ മനുഷ്യരെ പറ്റിച്ചിട്ട് അങ്ങനെ സുഖമായി നിൽക്കുന്നത് അത്ര നല്ല ഏർപ്പാടല്ലല്ലോ ജോഷില. അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ജനുവരി 20-ന് കാണാൻ ജോഷില. അന്ന് ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കുമോ, അതോ വി ഡി സതീശൻ വന്ന് വായുവിൽ പുതിയ കണക്കുകൾ എഴുതി കൂട്ടുമോ എന്ന് നമുക്ക് ജനുവരി 20-ന് കാണാം. ജോഷില പറ. മനു പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഈ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ദുരന്തബാധിതർക്ക് അവകാശപ്പെട്ട ആ വീട് ആ ദുരന്തബാധിതർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ആ ചോദ്യങ്ങൾ അവസാനിപ്പിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. KPCC നേതൃത്വം ഇനി എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചാലും ആ ചോദ്യം അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് വീട് കിട്ടേണ്ടത് ഞങ്ങളുടെ കൂടെ ഒരു ആവശ്യം എന്നുള്ളതിലപ്പുറം ഒരു ധാർമ്മികതയുടെ പ്രശ്നം കൂടിയാണ്. എപ്പോഴും വീടുകൾ പ്രഖ്യാപിക്കുകയും, സുനാമിയുടെ വീടുകൾ നമുക്കറിയാം, അങ്ങനെ പലതരത്തിലുള്ള വീടുകൾ പ്രഖ്യാപിക്കുക, പുനർജനിയുടെ വീടുകൾ നമുക്കറിയാം, വീടുകൾ തരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദുരന്തബാധിതരുടെ പേരിൽ ഫണ്ട് പിരിക്കുക, പിന്നീട് അത് തമാശ രൂപത്തിൽ തള്ളിക്കളയുക, ആളുകളും അത് തമാശയായിട്ടാണ് എടുക്കുന്നത് എന്ന് കാണുക. എന്നാൽ പോലും മാധ്യമപ്രവർത്തകർ ഒട്ടാകെ തന്നെ അതിനെ ഒരു തമാശയായി മാറ്റി നിർത്തുക, അങ്ങനെ ഒരു വീടിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്താതിരിക്കുക. അതൊക്കെ ചെയ്താൽ പോലും ഉരുൾപൊട്ടലിൽ മരിച്ച ആ കുടുംബങ്ങൾക്ക് മുഴുവൻ വീട് കിട്ടുന്ന രീതിയിൽ ആ 100 വീടാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 100 വീടിന്റെ പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. അത് കിട്ടുന്നത് വരെ ആ ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത് തമാശയായി കളയാൻ പറ്റിയ ഒരു കാര്യമല്ല. പ്രതിപക്ഷ നേതാവ് എത്ര കണക്ക് അവതരിപ്പിച്ചാലും ആ കണക്ക് കൃത്യമായി ജനങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെ ഈ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ശരി, ഓക്കെ, താങ്ക് യു ജോഷ്ല. ജോഷ്ലയാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത്.